ഹലോ, നമസ്കാരം. വളരെയധികം കേട്ടുകേഴ്വിയുള്ള ഒരു സബ്ജക്റ്റാണ് ഹെയർ സ്പാ എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾക്ക് സംശയമുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് ഹെയർ സ്പാ ചെയ്യുന്നത്, എത്ര ഇന്റർവെല്ലിലാണ് ഹെയർ സ്പാ ചെയ്യേണ്ടത്, ആർക്കൊക്കെ ചെയ്യാം, ഏതൊക്കെ പ്രായത്തിലുള്ളവർക്ക് ചെയ്യാം, ഹെയർ സ്പായുടെ ഗുണങ്ങൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ജിജി എബ്രഹാം, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്, ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ ആൻഡ് അക്കാഡമി, ചാലക്കുടി. അപ്പൊ ആദ്യമായിട്ട് ഹെയർ സ്പാ എന്താന്ന് നോക്കാം. എന്തിനാണ് നമ്മൾ ഹെയർ സ്പാ ചെയ്യുന്നത്? നമ്മളുടെ മുടിയും സ്കാൽപ്പും ഒരുപോലെ ക്ലെൻസ് ചെയ്യുന്ന ഒരു ഡീപ്പ് കണ്ടീഷനിങ് ട്രീറ്റ്മെന്റ് ആണ് ഹെയർ സ്പാ എന്ന് പറയുന്നത്. ഹെയർ സ്പായിൽ പല സ്റ്റെപ്പുകളാണുള്ളത്. ഒന്ന് നമുക്ക് ഡീപ്പ് മസാജിങ് വരുന്നുണ്ട്, അതുപോലെ സ്റ്റീമിങ് വരുന്നുണ്ട്, അതുപോലെ കണ്ടീഷനിങ് എഫക്റ്റും വരുന്നുണ്ട്. ഇത്രയും പ്രോസസ്സിൽ കൂടിയാണ് ഒരു സ്പാ ട്രീറ്റ്മെന്റ് കടന്നു പോകുന്നത്. അപ്പൊ മെയിൻ അഡ്വാൻറ്റേജസ്, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് തലമുടിയുടെ വരൾച്ചയെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ്. സ്കാൽപ്പിന്റെയും മുടിയുടെയും ഡ്രൈനെസ് കുറയ്ക്കുന്നു എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ സ്കാൽപ്പ് നല്ല ക്ലീൻ ആക്കി വെക്കുന്നു. ഡാൻഡ്രഫ് ഉള്ളവർക്ക് അത് വളരെ നല്ല ഒരു ഉപാധിയാണ്. മന്ത്ലി സ്പാ അല്ലെ മന്ത്ലി ട്വൈസ് സ്പാ എടുക്കുന്ന വഴി ഡാൻഡ്രഫ് കൺട്രോൾ നല്ല രീതിയിൽ നമുക്ക് സാധിക്കുന്നതാണ്. അതുപോലെ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകാനായിട്ടും പുതിയ മുടിയിഴകൾ നല്ല രീതിയിൽ വളർന്നു വരാനായിട്ടും ആരോഗ്യത്തോടെ വളർന്നു വരാനായിട്ടും ഒക്കെ വളരെയധികം ഹെൽപ്പ് ആവുന്ന ഒരു കാര്യമാണ് ഈ സ്പാ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹെയറിന്റെ ടെക്സ്ചറിൽ നല്ല മാറ്റം വരുത്താറുണ്ട്. ഭയങ്കരമായിട്ട് പൊട്ടി പോകുന്ന വിണ്ട് കീറുന്നൊക്കെ മുടിയാണെന്നുണ്ടെങ്കിൽ ഫ്രിസി ഹെയറിനൊക്കെ വളരെ നല്ലതാണ്. മുടിയുടെ ടെക്സ്ചറൈസിങ് മെച്ചപ്പെടുത്താനായിട്ടും ഒക്കെ നമുക്കിത് ഉപകരിക്കും. അതുപോലെ തന്നെ ഫ്രിസിനെസ് ഭയങ്കരമായിട്ട് ആ മുടി ഒരു കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് വേണ്ടുന്ന രീതിയിൽ അതിനെ പരുവപ്പെടുത്തി എടുക്കാനായിട്ടും ഒക്കെ ഹെയർ സ്പാ നമുക്ക് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. ഇനി ചില സ്പെഷ്യൽ അഡ്വാൻറ്റേജസും ഉണ്ട് ഈ ഹെയർ സ്പാ ചെയ്യുന്നതിൽ. മെയിൻ ആയിട്ട് പറയാനുള്ളത് നമുക്ക് സ്ട്രെസ് റിലീഫ് തന്നെയാണ്. ആ ഡീപ്ലി മസാജിങ് കിട്ടുന്നതോട് തന്നെ നമ്മുടെ മനസ്സ് നല്ല രീതിയിൽ നമുക്കൊരു റീഫ്രഷ് ചെയ്തെടുക്കാനായിട്ടും നല്ലൊരു റിലാക്സിങ് മൂഡിലേക്ക് നമ്മളുടെ ബോഡിയെ നമുക്ക് കൊണ്ടുവരാനായിട്ടും ഒക്കെ ഈ ട്രീറ്റ്മെന്റ് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുടിയുടെ ഒരു ഇലാസ്റ്റിസിറ്റി നമുക്കറിയാം. മുടി വലിച്ചു നീട്ടിയാൽ നീട്ടാൻ പറ്റുന്ന ഒരു പ്രോട്ടീനാൽ നിർമ്മിക്കപ്പെട്ട കെരാറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്മൂത്തനിങ്ങും സ്ട്രൈറ്റനിങ്ങും ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ വലിച്ചു നീട്ടാനായിട്ട് സാധിക്കുന്നത്. ആ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് ഹെയർ സ്പാ ചെയ്യുന്നത് കൊണ്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നല്ല ബെറ്റർ അബ്സോർപ്ഷൻ കിട്ടാനായിട്ട് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഓയിൽ ആയിക്കോട്ടെ, മാസ്ക് ആയിക്കോട്ടെ, എന്ത് വസ്തുക്കളാണെന്നുണ്ടെങ്കിലും മുടി അബ്സോർബ് ചെയ്യാനായിട്ടും ഈ റെഗുലർ സ്പാ എടുക്കുന്നത് വഴി സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മുടി എയർലി ഏജിങ് ആണ്, പെട്ടെന്ന് നരയ്ക്കുന്നത് പോലെ അല്ലെങ്കിൽ മുടിക്ക് ഒരു ജീവനില്ലാത്ത പോലെ വരുന്ന ഒരു അവസ്ഥയൊക്കെയില്ല, അതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടും ഒന്ന് സ്ലോ ആക്കാനായിട്ടും ഒക്കെ ഈ സ്പാ ട്രീറ്റ്മെന്റ് വളരെയധികം നല്ലതാണ്. ഇപ്പൊ നമ്മൾ സാധാരണ സ്മൂത്തനിങ് സ്ട്രൈറ്റനിങ് ഒക്കെ കഴിഞ്ഞു വിട്ടാലും ആ മുടി നമ്മൾ ചൂട് കൊടുത്ത് ചെയ്യുന്ന ആ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ടും അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാനും ന്യൂട്രലൈസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മന്ത്ലി സ്പാ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ എത്ര ചൂട് കൊടുത്തിട്ടാണോ നമ്മൾ ആ ട്രീറ്റ്മെന്റ് ചെയ്തത് അതിന് തക്കതായ രീതിയിലുള്ള ബദൽ ട്രീറ്റ്മെന്റുകൾ കൊടുത്ത് മുടിനെ ന്യൂട്രലൈസ് ആക്കുന്ന ഒരു പ്രക്രിയയാണ് സ്പാ ട്രീറ്റ്മെന്റിലൂടെ നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഈ സ്പാ ട്രീറ്റ്മെന്റ് ഇങ്ങനെയുള്ള കെമിക്കൽ ട്രീറ്റ്മെന്റുകൾ മാത്രമല്ല, അല്ലാണ്ട് നമ്മൾക്ക് റെഗുലർ ആയിട്ട് നമ്മളുടെ മുടി മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് ഉപകരിക്കുന്നതാണ്. ഒട്ടുമിക്ക ഹെയറിന്റെ പ്രോബ്ലംസും നമുക്ക് നീക്കം ചെയ്യാനായിട്ടും സ്കാൽപ്പും മുടിയും ഒരുപോലെ നീറ്റ് ആക്കി വെക്കാനായിട്ടും ഇത് ഒരു അടിപൊളി ട്രീറ്റ്മെന്റ് ആണ്. സ്പാ പലതരത്തിലാണ്. നമ്മുടെ പാർലറിലൊക്കെ പലതരം സ്പാകളുണ്ട്. അപ്പൊ ഓരോ മുടിയുടെയും കണ്ടീഷൻ അനുസരിച്ചിട്ട് ഓരോ മുടി ഇപ്പൊ ഓയിലി ഹെയർ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച്, ഡ്രൈ ഹെയർ ആണ്, അങ്ങനെ പലതരത്തിൽ നമ്മുടെ ഹെയറിനെ അനുസരിച്ചിട്ടും സ്കാൽപ്പിന്റെ പ്രോബ്ലം അനുസരിച്ചും ഡാൻഡ്രഫിന്റെ ഒക്കെ അനുസരിച്ചിട്ടും ഒക്കെയാണ് നമ്മൾ സ്പാ ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മൾ തലയിൽ ഉണ്ടാവുന്ന ഇച്ചിങ്, ഇൻഫെക്ഷൻസ്, മറ്റ് പ്രോബ്ലംസ് എല്ലാം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് ഈ സ്പാ ട്രീറ്റ്മെന്റ് കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് നോക്കാം ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ് ഇത് ചെയ്യാൻ പറ്റുക. പലരും പാർലറിൽ വന്ന് ചോദിക്കുന്നതാണ് ഈ ഒരു സംശയം. അതായത് ഒരു 14-15 വയസ്സായിട്ടുള്ളവർക്ക് വരെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. കുട്ടികളുടെ ഒരു കെമിക്കൽ ട്രീറ്റ്മെന്റ് അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. ടീനേജേഴ്സിനൊക്കെ ഇത് വളരെ നല്ലതാണ്. കാരണം ആ പ്രായത്തിലാണ് കൂടുതലും സെബത്തിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത്. സ്കാൽപ്പിൽ കുറേയധികം ഇൻഫെക്ഷൻസും ഇച്ചിങ്ങും ഡാൻഡ്രഫും ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു പ്രായം.
അപ്പൊ ആ പ്രായത്തിൽ ടീനേജുകാർക്കൊക്കെ ഇത് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല ഒരു റിസൾട്ടാണ്. അതുപോലെ പ്രഗ്നൻസി വുമൺസ് ഒക്കെ ആണെങ്കിലും നമുക്ക് ഇത് ചെയ്യാം. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. എങ്കിലും നമ്മൾ പാർലറിൽ ചെല്ലുമ്പോൾ പ്രഗ്നന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വിവരം ഒന്ന് പറയാം. അതുപോലെ എന്തെങ്കിലുമൊക്കെ മെഡിക്കേഷൻ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ, മെഡിറ്റേഷൻസ് എന്തിനെങ്കിലുമൊക്കെ മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ ഈ വിവരമൊക്കെ നമ്മൾ എന്ത് കാര്യത്തിലാണെങ്കിലും പാർലറിലൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കുക. എങ്കിലും സ്പാ ട്രീറ്റ്മെന്റിന് ഇതൊന്നും ഒരു ബാധകമല്ല. ഇതൊരു കെമിക്കൽ ട്രീറ്റ്മെന്റ് അല്ല, ഒരു റിലാക്സിങ് ട്രീറ്റ്മെന്റ് ആണ്. മുടിക്കും സ്കാൽപ്പിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന, മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും നീക്കം ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രീറ്റ്മെന്റ് ആണ് ഈ ഹെയർ സ്പാ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഇത് എത്ര ഇന്റർവെല്ലിൽ ചെയ്യാന്നുള്ളത്. നമുക്ക് സാധാരണ നോർമലായിട്ട് ഒരു ഒരു ഡ്രൈ ആൻഡ് ഡാൻഡ്രഫ്, ഡ്രൈ ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 15 ദിവസം തൊട്ട് 20 ദിവസത്തെ ഗ്യാപ്പിൽ നമുക്ക് ഹെയർ സ്പാ ചെയ്യാം. അതേപോലെ ഇനി ഒരു ഓയിൽ സ്കിന്നാണ്, നമ്മുടെ പൊടിത്താരനല്ല ചെളി പോലത്തെ താരനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 തൊട്ട് 15 ദിവസത്തെ ഒരു ഇന്റർവെല്ലിൽ നമുക്കിത് ചെയ്യാം. അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ്, നമുക്ക് ചൊറിച്ചിൽ, ഇച്ചിങ് ഒക്കെ അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ ആഴ്ചയിൽ ഒന്ന് നമുക്ക് ഹെയർ സ്പാ ചെയ്ത് വൃത്തിയാക്കാവുന്നതാണ്. ഇനി ഇതൊന്നും അല്ല, നമ്മൾ സലൂണിലൊന്നും വരുന്നില്ല, നമ്മൾ വീട്ടിലിരുന്നിട്ടാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്, എന്തെങ്കിലും ഹെയർ മാസ്കുകൾ ഒക്കെ നമ്മൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ 2 തവണ നമുക്ക് അങ്ങനെയുള്ള മാസ്കുകൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഈ സ്പായെ കുറിച്ച് സംശയം ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. അതുപോലെ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ താൽക്കാലികമായി ഇവിടെ പറയുന്നു, നിങ്ങളുടെ സ്വന്തം ജിജി എബ്രഹാം. താങ്ക് യു.